ജീവിതത്തെ എങ്ങനെ നമുക്ക് അതിജയിക്കാം, പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, ദുരിതങ്ങളെ, കഷ്ടതകളെ, സഹിക്കാൻ കഴിയാത്ത രോഗങ്ങൾ, വേദനകൾ, അങ്ങനെ തുടങ്ങി ഏത് വിഷയവും അതിനെ നേരിട്ട് അതിജയിക്കുന്നതിന് എന്താണ് വഴി? അപ്പം ഒരു വിശ്വാസമുള്ളത് കൊണ്ട് അതിനെ അതിജയിക്കാമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം ലോകത്ത് ജീവഹാനി നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിട്ടുള്ള മഹാഭൂരിപക്ഷവും വിശ്വാസമുള്ളവരും വിശ്വാസ പ്രചാര രംഗത്ത് സജീവ സാന്നിധ്യമായവരൊക്കെയാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒന്നും കണക്കിലേക്ക് വരികയല്ല, മറിച്ച് ഹൃദയത്തെ തൊട്ട വായനയിലൂടെ ലോകത്തെ അതിജയിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഖുർആനിൻ്റെ ആദ്യ ശബ്ദം വ്യക്തിത്വം എന്ന നിലയിൽ സ്വന്തത്തെ മാറ്റിപ്പണിയുക മാത്രമല്ല, ലോകത്തെ മാറ്റിയെടുക്കാൻ ഒരു ഉദ്യമം. നീ വായിക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം. തൊട്ടടുത്ത പ്രഭാതത്തിൽ തൂക്കിലേറ്റപ്പെടുന്ന ഒരു കുറ്റവാളി ജയിലിൽ കഴിഞ്ഞ 11 വർഷമായി ജയിൽ വാസം അനുഭവിക്കുകയാണ്. അതിൻ്റെ പരിസമാപ്തിയായി അദ്ദേഹത്തെ തൊട്ടടുത്ത പ്രഭാതത്തിൽ തൂക്കിക്കൊല്ലും. അങ്ങനെ ഒരു വ്യാകുലതയും യാതൊരുവിധ ഭീതിയുമില്ലാത്ത വിധം സൈലൻ്റായി തലേ രാത്രിയും ഒരുപാട് സമയം അയാൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജയിൽ സൂപ്രണ്ട് വന്ന്, അല്ല ഉറങ്ങുന്നില്ലേ, ഇന്ന് ഒരല്പം കൂടി കഴിയട്ടെ, ഈ ഒരു അധ്യായം കൂടി തീരാനുണ്ട്, ഒരു പുസ്തകമാണ് വായിക്കണേ. അപ്പോൾ ജയിൽ സൂപ്രണ്ട് തന്നെ അതിശയിച്ചു പോയി. അദ്ദേഹം നേരിടാൻ പോകുന്നത് തൊട്ട് പ്രഭാതത്തിൽ 7 മണിക്ക് അദ്ദേഹം തൂക്കുകയറാണ് അദ്ദേഹത്തിന്. രാവിലെ എഴുന്നേറ്റപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളതായി തോന്നുന്നില്ല. വളരെ സന്തോഷപൂർവം ഇത് വായന കൊണ്ട് ലോകത്തെ തന്നെ കീഴടക്കാമെന്നല്ല, തൻ്റെ പ്രശ്നങ്ങളെ അതിജയിക്കാൻ കെൽപ്പുണ്ടാകും എന്നാണ് നമുക്ക് നൽകുന്ന സൂചന. സായാഹ്ന ചിന്തകൾ എഴുതിയത് KP കേശവമേനോനാണ്. അദ്ദേഹം മാതൃഭൂമിയുടെ ഫൗണ്ടർമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നാം മുന്നോട്ട് വളരെ പ്രശസ്തമാണ്. അതിൽ സായാഹ്ന ചിന്തകൾ നമ്മൾ വായിക്കേണ്ടതാണ് എന്ന് എനിക്കൊരഭിപ്രായമുണ്ട്. ഇത്ര കടുത്ത ജീവിത പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചവർ വളരെ കുറച്ചേ ഉള്ളൂ. സാമൂഹിക, കുടുംബപരമായ, ജാത്യാലുള്ള അങ്ങനെ പലവിധ പ്രശ്നങ്ങളുടെ നടുവിലാണ് കേരളം അന്ന്. അപ്പോൾ അദ്ദേഹം ഇത്തരം വിഷയങ്ങളെയൊക്കെ അതിജയിച്ചത് എഴുത്തിലൂടെയായിരുന്നു, മണിക്കൂറുകൾ ചെലവഴിച്ച്. ജയിലിൽ കിടന്ന നമ്മുടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹം വർഷങ്ങൾ ബ്രിട്ടീഷ് തടങ്കലിലായിരുന്നു, ജയിലിലായിരുന്നു. ജയിലിൽ കിടന്ന് ലോകത്തെ കാണുക, വായിക്കുക, നേതാക്കളെ പരിചയപ്പെടുത്തുക, സംസ്കാരം പരിചയപ്പെടുത്തുക, കൃഷി, കച്ചവടം, വികാസം, സയൻസ്, ടെക്നോളജി എന്നുവേണ്ട ഒരു സമഗ്രമായ പഠനം. അതാണ് ഇന്ദിരയ്ക്കയച്ച കത്തുകൾ. നിങ്ങൾ ഒരു 2 വട്ടമെങ്കിലും അത് വായിക്കണം. ജയിലിൽ കിടന്നാണ്. അദ്ദേഹത്തോട് പിന്നീട് ചോദിച്ചു, നിങ്ങൾ? ഇല്ല, ഞാൻ ജയിലിൽ കിടന്നതായിട്ട് ഓർക്കുന്നില്ല. ജയിൽ അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല എന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷേ ജയിൽ വാസത്തെ തന്നെ അതിജയിക്കാൻ നെഹ്റുവിന് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ സമഗ്രമായി പ്രതിപാദിച്ചത് ഖുർആൻ മാത്രമേ ഉള്ളൂ.
നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തലും അച്ഛൻ മകൾക്കയച്ച കത്തുകളുമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഖുർആനിൻ്റെ ഒരു സവിശേഷത വർത്തമാനകാലത്തെ മാത്രമല്ല, ഭൂതകാലത്തിൽ എത്രത്തോളം പിന്നിലേക്ക് പോകാമോ അവിടം മുതൽ അങ്ങോട്ട് എത്തിക്കുകയാണ് വായനക്കാരനെ. അങ്ങനെ എത്തിക്കുമ്പോൾ അയാൾ അതോടൊപ്പം സഞ്ചരിക്കും, അവിടെ വരെ എത്തും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ആദം അലൈഹിസ്സലാമിനെ വായിക്കുമ്പോൾ ഒരു വലിയ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് പറുദീസ. അവിടെ എന്തും യഥേഷ്ടം ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നു. ഒരധ്വാനവും പണം മുടക്കുമില്ല, കഷ്ടതകളില്ല, ആസ്വാദ്യതകൾ മാത്രം. എന്നിട്ടും പ്രലോഭനത്തിന് വിധേയമായി. ഇപ്പോൾ നമ്മൾ കമ്പോള സംസ്കാരത്തിലെത്തി നമ്മുടെ മനസ്സ്. ഒന്നാമത്തെ ഒരു മനുഷ്യനെ പഠിപ്പിച്ച വായനയാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രലോഭനങ്ങളാണ് കമ്പോള സംസ്കാരത്തിൻ്റെ ഏറ്റവും മൗലികമായ ഭാഗം. 18-ാം നൂറ്റാണ്ടിലാണ് അത് ആരംഭിക്കുന്നത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ ഇത് ആദിമ മനുഷ്യൻ്റെ ജീവിത പരിസരമാണ് പറഞ്ഞോളൂ. അത് സ്വർഗീയമാണ് എന്നും ഖുർആൻ പറഞ്ഞു. അതൊക്കെ ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചെടുക്കുക. എന്നിട്ടും അവർ എന്തിന് വശംവദരായി? പ്രലോഭനങ്ങൾക്ക് വശംവദരായി. കൂടുതൽ ജീവിക്കണം എന്നൊരു തോന്നൽ. വാർദ്ധക്യത്തിലെത്തുമ്പോൾ വാർദ്ധക്യം എത്തരുത്, 25 വയസ്സിൻ്റെ തരും, അത് ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണ്, അതിന് നിങ്ങൾക്ക് നിസ്സാര കാശേ മുടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് 10-30 കോടി രൂപയാണ് ഇപ്പോൾ ഈ 2 ദിവസം മുൻപ് ഇന്ത്യയിൽ ആളുകളെ പറ്റിച്ചത്. നിങ്ങൾ പത്രം വായിക്കുന്നവരല്ലേ? അത് ഇസ്രായേലിൻ്റെ പ്രോഡക്റ്റാണ്. അത് കഴിച്ചാൽ എന്താ, 70 വയസ്സുള്ള ഒരാൾ, ഞാനാണെങ്കിൽ 25 വയസ്സിലേക്ക് മടങ്ങും. ഇതിനേക്കാൾ വലിയൊരു സന്തോഷം വേറുള്ളതുണ്ടോ? തോപ്പിൽ ബാസി ഒളിവിലെ ഓർമ്മകൾ എഴുതിയപ്പോൾ തൻ്റെയും ഭാര്യയുടെയും പ്രായത്തെ അദ്ദേഹം മൈനസ് ചെയ്യുന്നുണ്ട്. ഒക്കെ സരസമാണ് വായിക്കാനിതെല്ലാം. അങ്ങനെ വന്ന് അദ്ദേഹത്തിന് 10 വയസ്സാവുമ്പോൾ അവൾക്ക് 5 വയസ്സാവും. പിന്നെ പുറകോട്ട് പോകാൻ ആഗ്രഹമില്ല. കാരണം പിന്നെ അതിനെ എടുത്തുകൊണ്ട് നടക്കണ്ടേ? വല്ലാത്ത വിഷയമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ മനുഷ്യനെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഒരു പറുദീസയിൽ. പ്രലോഭനങ്ങൾക്ക് വിധേയമായി. അവിടെ ഇബ്ലീസ് വന്നു. 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, നിത്യസൗന്ദര്യത്തിനല്ല, മറിച്ച് നിത്യജീവിതത്തിന്. ഇനി മരണമില്ല. മരണമില്ലാതെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? അതിനൊരു ഒറ്റമൂലിയാണിത്. സിദ്ധ എന്ന ഒരു ചികിത്സാ രീതിയാണ്. അതിലൊരു മരവും ആ മരത്തിൻ്റെ കായും ഇലയും പൂവും അതിൻ്റെ തണ്ടും എല്ലാം കൂടി സമം എടുത്താൽ മതി. ഇതാണല്ലോ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവർക്ക് തോന്നി തിരക്കേടില്ല, ആകെ ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, പിന്നെ ആയുഷ്കാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കണോ? അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ അവിടെ മുതൽ പിന്നെ പ്രശ്നം ആരംഭിക്കുന്നു. പിന്നെ നമ്മൾ ഈജിപ്തിലേക്ക് വരും. ഇന്ത്യയെ കണ്ടെത്തൽ ഇത് നെഹ്റു അവതരിപ്പിക്കുന്നത് ലോകം മുഴുവൻ കണ്ടെത്തിയിട്ട ഇന്ത്യയിലേക്ക് വന്നതെന്ന് വായിച്ചവർക്ക് മനസ്സിലാവും. അങ്ങനെയല്ലേ തോന്നിയിട്ടുള്ളത്? പിന്നെ നമ്മൾ കാണുന്നത് ഈജിപ്തിലേക്ക് വരികയാണ്. ഈജിപ്തിൽ വരുമ്പോൾ ഫറോവമാരാണ്. എന്തൊരത്ഭുതം! ഖുർആനിൻ്റെ പ്രതിപാദനമായി പറഞ്ഞു. അതിനിടയിലൊരു വെള്ളി നക്ഷത്രം, മൂസ അലൈഹിസ്സലാം, കൂടെ സ്നേഹിതൻ അല്ലെങ്കിൽ സഹോദരൻ ഹാറൂൻ. അവിടെ മുതൽ ജൈത്രയാത്ര ആരംഭിക്കുന്നു. കനാൻ ദേശത്തേക്ക് വരുന്നു യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ മകൻ യൂസുഫ്. അവിടെ മുതൽ നമ്മൾ ഈജിപ്റ്റ് മുതൽ സ്വപ്ന ദർശനം എന്ന ഒരു അധ്യായം തുടങ്ങുകയാണ്. സ്വപ്നം, അവിടെ മുതൽ സ്വപ്നം വരികയാണ്. ഇപ്പോൾ തഅ്ബീറുൽ മനാം ഞാൻ ഈരാറ്റുപേട്ട പള്ളി ദർസിലൊക്കെ പഠിക്കുമ്പോഴാണ് 4 വാള്യങ്ങളുണ്ടത്. ഒരു വലിയ ബൃഹത്തായ കിതാബാണ്. ഇപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് ആലോചിച്ചിരുന്നു, ഇതിനു മാത്രം വിശകലനം ചെയ്യാൻ മനുഷ്യൻ്റെ അബോധ മനസ്സിൽ തെളിയുന്ന സ്വപ്ന സഞ്ചാരത്തെക്കുറിച്ച് ഇതിന് ആശയും അതിന് പ്രത്യാശകളും വരാനിരിക്കുന്നതും അനിഷ്ടതകളൊക്കെ വിവരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഫറോവയുടെ കാലഘട്ടത്തിൽ ഫറോവ കണ്ട സ്വപ്നമാണ് ആൺകുട്ടികളെ കൊല്ലാൻ കാരണം, അല്ലെങ്കിൽ അതിലൊരാൾ കണ്ടത്.
യൂസുഫ് അലൈഹിസ്സലാം ചെറുതായിരിക്കുമ്പോൾ, അപ്പോൾ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്നൊന്നുമില്ല, മനുഷ്യ സ്വപ്നമാണ് ഇവിടുത്തെ വിഷയം. വായനയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വരുന്നത്. ഒരു കുട്ടി കണ്ട സ്വപ്നം, അത് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം എൻ്റെ മുൻപിൽ നമിച്ച് നിൽക്കുന്നു. അപ്പോൾ നമുക്കൊരു ബാലകഥ വായിച്ചിടത്തേക്ക് വന്നില്ലേ, എല്ലാം ഒരു ബാലസാഹിത്യത്തിലേക്ക് വരികയാണ്. എന്നിട്ട് അതിൻ്റെ പര്യവസാനം വാപ്പയെയും ഉമ്മയെയും രണ്ട് കസേരകളിൽ ഇരുത്തി സിംഹാസനത്തിൽ, എന്നിട്ട് ഉപ്പാടുത്തും ഉമ്മാടുത്തും പറഞ്ഞു, ഇതാണ് ഞാൻ അന്ന് കണ്ട സ്വപ്നം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ പുലർച്ച. എന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മുടെ മനസ്സിനെ, ബുദ്ധിയെ, ചിന്തയെ, ചലനത്തെ, മസ്തിഷ്കത്തെ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോരുകയാണ്. നമ്മളതിലൂടെ സഞ്ചരിക്കും. വളരെ നല്ലൊരു നോവലാണ് ലോകം പിശാച് ശരീരം. ഞാനൊരു 10-45 കൊല്ലം മുമ്പ് വായിച്ചതാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു വിഷയം വിശ്വാസവും അവിശ്വാസവും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇതിൽ വിശ്വാസത്തെ പുൽകി അത് പിടിച്ചു നിർത്തുക എന്നത് പ്രയാസമാണ്. അവിശ്വാസത്തെ സ്വീകരിക്കാൻ വളരെ എളുപ്പവും. അതുകൊണ്ടാണ് പുരോഗമന ഉൽപ്പതിഷ്ണുത്വമുള്ള ചിന്താഗതി പ്രചരിപ്പിക്കുന്നതിന് രൂപപ്പെട്ട പരിഷത്തുകളുടെ പ്രധാന പത്രങ്ങളിലും മാസികകളിലും മാന്ത്രിക ഏലസിൻ്റെ പരസ്യം 21-ാം നൂറ്റാണ്ടിലും നമ്മൾ വായിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലും നമ്മൾ അതിൻ്റെ പരസ്യം എവിടെയാണ് വായിക്കുന്നത്? ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിലാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, വായന മനുഷ്യനിൽ 2 നിലയിൽ പ്രയത്നിക്കണം. അതിലൊന്ന് ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തിയാൽ നിഷേധിക്കാൻ കഴിയരുത്. ഖുർആൻ പറഞ്ഞ ഒരു ഉപമ, അല്ലെങ്കിൽ ഖുർആനിൽ വന്നത് ഇന്ന ഷംസവൽ ഖമറ ആയത്തും മിന്നായാത്തില്ല, സൂര്യൻ, ചന്ദ്രൻ, ഇത് 2 ദൃഷ്ടാന്തങ്ങളാണ്. അത് ദൈവമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, നിയാമകത്വം നൽകുന്നത് സർവേശ്വരനാണ്. ഇതെല്ലാം ഇങ്ങനെ നിലനിർത്തുന്നത് നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി അത്രേ. ഭൂമിയിലെ ജീവിതം സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ആഗോള ഘടനയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുള്ളത് എന്നൊക്കെ സംക്ഷിപ്തം. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്, ചന്ദ്രഗ്രഹണം അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക, സൂര്യഗ്രഹണം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക. അത് നബിയുടെ കാലത്ത് 15 നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ അത് എങ്ങനെയാണ് നമ്മൾ അതിജയിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി, അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തി. വിശ്വാസത്തിൻ്റെ രീതി പറഞ്ഞു വരിക കേട്ടോ. പിൽക്കാലത്ത് വന്നപ്പോൾ ചന്ദ്രഗ്രഹണം കാണണം, അതിനെന്ത് വേണം? കലങ്ങിയ വെള്ളത്തിൽ നോക്കിയാലേ കാണുള്ളൂ. എന്നാലോചിച്ച് നോക്കിക്കേ, അന്ധവിശ്വാസം എങ്ങനെ വരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ചാണകവെള്ളം കലക്കിയിട്ടാണ് ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഗ്രഹണം നോക്കുന്നത്. അപ്പം കേതുവിൻ്റെ അപഹാരമാണ് ഈ ചന്ദ്രനെ വിഴുങ്ങുകയാണ്, ഒരു പാമ്പായിട്ടാണ് പിന്നെ സങ്കല്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജീവിയായിട്ട് എന്തെങ്കിലും ആയിക്കോ. രാഹുവും കേതുവുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 ഭാഗം. അവയുടെ അപഹാരത്തിലാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം പോലും നിയന്ത്രിക്കപ്പെടുന്നതും ശോഭ മറയ്ക്കപ്പെടുന്നതും. അത് നമുക്ക് സർവനാശത്തിനും കാരണം. സത്യത്തിൽ ബോധ്യപ്പെട്ട ഒരറിവ് നൽകിയ ഈമാൻ അഥവാ വിശ്വാസമുണ്ട്. സൂര്യനും ചന്ദ്രനും എന്ത്, അത് ഖുർആൻ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ഇനി പറയുന്നില്ല. മറിച്ച് അവിശ്വാസം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വിവരമുള്ള ജനതയുടെ വിവരക്കേടായി വികസിച്ചു, അത് വ്യാപിച്ചു, ജനങ്ങളെ സ്വാധീനിച്ചു. അതുകൊണ്ട് സയൻസ് ക്ലാസ് എടുക്കുന്ന അധ്യാപകരും സയൻസിൽ റിസർച്ച് ചെയ്യുന്ന PhD-കാരും സയൻസ് ഏറ്റവും വലിയ വിഷയമായി കണ്ട് ജീവിതം ഒഴിഞ്ഞുവയ്ക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ ഒരു സയൻസ് കോൺഫറൻസ് വയനാട് ആരംഭിക്കുകയാണ്. കേരളത്തിലെ കാര്യമായി പറയണം. അപ്പോൾ അറിവിൻ്റെ രീതിയാണ് ഇപ്പോൾ ഈ സൂചിപ്പിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് 9:50 തുടങ്ങാൻ പറ്റില്ല, 10 തുടങ്ങാൻ പറ്റില്ല, 10:40 ആരംഭിക്കാൻ പറ്റൂ, രാഹുകാലമാകുന്നു.
മനസ്സിലായല്ലോ കാര്യം. ഇതിപ്പോൾ ആരോടാ പറയേണ്ടത്? സായാഹ്ന ചിന്തകൾ വായിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എങ്ങനെ വിശ്വാസത്തെ വീണ്ടെടുക്കാം, അത് എത്ര ശക്തിയാണ് എന്ന് അദ്ദേഹം അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നു. ഇപ്പം നബിയെ പഠിക്കുമ്പോൾ അങ്ങനെ കിട്ടും നമുക്ക്. വേറെ ആരുമില്ല, പടച്ചവൻ സഹായിക്കുക എന്നുള്ളൊരു ദൃഢത വന്നാൽ മതിയല്ലോ. അത് ബോധ്യപ്പെടുത്താൻ കഴിയണം. നമുക്ക് ബോധ്യം വന്നിട്ട് വേണ്ടേ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. അപ്പോൾ ഇന്നും ഈ നിലയിൽ അവിശ്വാസത്തെ തലോടുന്നവരാണ് എല്ലാ അഭ്യസ്തവിദ്യർ, വലിയ വലിയ ആളുകൾ. നമ്മുടെ അറബിയിൽ നെഹ്സ് എന്ന് പറയും, ഇത്ര മാത്രമേ ഉള്ളൂ. ഇസ്ലാമിക കലണ്ടറുകളിലെല്ലാം നെഹസ് എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മളൊരു ടിപ്പണി കൂടി കൊടുക്കും. ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, സുബഹി നമസ്കരിക്കാത്തവർക്കേ നെഹ്സുള്ളൂ. അപ്പോൾ നെഹ്സ് ഉണ്ടെന്നായില്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെല്ലാം അഭ്യാസങ്ങൾ. ശരി, നമ്മളൊരു വായനയിലൂടെ വരിക കേട്ടോ. ഖുർആൻ അങ്ങനെ ലോകങ്ങളെ, ലോക ജനതകളെ, പ്രവാചകന്മാരെ, ഗ്രാമീണരെ, പട്ടണവാസികളെ, അവരുടെ ഭരണരീതികൾ, ലഖദ് കാന ലി സബഇൻ ഫീ മസ്കനിഹിമായ ജന്നത്താനി അൻ യമീനിൻ വഷിമാൽ വ ബൽദത്തിൻ ത്വയ്യിബ വ റബ്ബുൻ ഗഫൂർ. ഇത് വായിക്കുമ്പോൾ ഒരു വായനക്കാരൻ്റെ എത്രത്തോളം ലോകവിഹായത്തിൽ ഏതെല്ലാം രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് എവിടെയൊക്കെ എത്തിച്ചേരുമെന്നുള്ളത് വായന ഒരനുഭവമുള്ളവർക്ക് മനസ്സിലാവുക. ഇപ്പോൾ ആദ്യത്തെ അണക്കെട്ട്, ലോകത്തെ ആദ്യത്തെ അണക്കെട്ട്. അപ്പോൾ ഇടുക്കിയിൽ ജനിച്ചു വളർന്ന എനിക്കിപ്പോൾ ആർച്ച് ഡാം, അതിനപ്പുറം വേറൊരു അണക്കെട്ട് വലിയ പത്തിയാവുമോ? മറിച്ച് ലോകത്തെ ആദ്യത്തെ ഒരു അണക്കെട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അത് സബ് ഗോത്രത്തിൻ്റേതാണ്. അണക്കെട്ട് വന്നപ്പോൾ ആ രാജ്യം ഒന്നടങ്കം ഫലഭൂയിഷ്ടമായി, കൃഷി വിളവുകൾ വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ ശീതളത്വം നിറഞ്ഞ ഒരു ഭൂപ്രകൃതിയിൽ ജീവിക്കുന്ന ശാന്തതയുള്ള ജനവിഭാഗം, അവരെ അനുഗ്രഹിക്കുന്ന, അവരുടെ മുകളിൽ ഒരു രക്ഷകനായ ഈശ്വരൻ, ഇതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ എന്താ ഉള്ളത്? ഇതൊരു വല്ലാത്തൊരു പ്രതിപാദനമാണ് ആ രീതി, അതിൻ്റെ ആ പ്രയോഗമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ അതിനെ തകർച്ച പറയും. അത് അണക്കെട്ട് പൊട്ടിപ്പോവും. അത് നിസ്സാര ജീവിയെ കൊണ്ടാണ് പൊട്ടിച്ചത്. ഭൂപ്രദേശം മുഴുവൻ പോവും. അപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് കുടിയേറ്റം ഉണ്ടായി. ചരിത്രത്തിലാദ്യമായി ഒരു കുടിയേറ്റം ആരംഭിക്കുകയാണ്. അവരാണ് യഥിരിബിൽ വന്നത്. ഇപ്പോൾ നമ്മൾ മദീനയിലെത്തുക കേട്ടോ. അത് 2 ഗോത്രങ്ങളായിരുന്നു, ഔസ് ഹസ്റജ്. അപ്പോൾ മനുഷ്യനോളം പഴക്കമുള്ള, വിഭജിതമായി മനുഷ്യൻ്റെ മേൽ സ്വാധീനം ചെലുത്തി മനുഷ്യനെ നിയന്ത്രിച്ചിരുന്നത് ഗോത്രവർഗങ്ങളാണെന്നും, ഗോത്രങ്ങളാണ് അടിസ്ഥാനപരമായി ഇവിടെ ദ്രാവിഡരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും ഗോത്രങ്ങൾ എന്ന ചിന്തയിൽ അധിഷ്ഠിതരാണ് ഈ മനുഷ്യവംശം എന്നിടത്തേക്ക് വായന നമ്മളെ കൊണ്ടുപോയി എത്തിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോവുകയാണ്. മക്കയിലേക്ക് മുഹമ്മദ് അസദ് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ വേറെ വായിക്കുക. അപ്പോൾ ഞാനിത് പറയേണ്ടത് മക്കയിൽ നിന്ന് മദീനയ്ക്ക് നമ്മൾ പോവുകയാണ് ബൈ ബസ്. 40 എക്സിറ്റുകളുണ്ട്. അതിൽ 30-ലധികവും ഗോത്രവർഗങ്ങളുടെ പേരാണ് ഇന്നുമുള്ളത്. ആ ഒരു രാജ്യത്തെ ജനങ്ങൾ ഗോത്രവർഗങ്ങളായിരുന്നു എന്നും അത് ഭിന്നരായിരുന്നു എന്നും ശത്രുക്കളായിരുന്നു എന്നും പരസ്പരം ആരെ കണ്ടാലും ശത്രുവായിട്ടേ കാണുള്ളൂ. അതുകൊണ്ട് അക്രമവാസന ഉണ്ടായിരുന്നു. ചിലത് 1 മാസമൊക്കെയാണ് ഏറ്റുമുട്ടുക, ചിലപ്പോൾ 6 മാസം വരെ ഏറ്റുമുട്ടും. ഏതെങ്കിലും ഒരു വിഭാഗം തീരുമ്പോഴേ നിർത്തുള്ളൂ. ഇങ്ങനെയായിരുന്നു ആളുകൾ. അവരുടെ മേലാണ് വായന സ്വാധീനം ചെലുത്തിയത്. നമുക്ക് മനസ്സിലായോ? ഇഖ്റ എന്നാണല്ലോ തുടങ്ങിയത്. തുടക്കം അവിടെ പോലാണല്ലോ. നബി അവരുടെ മുൻപിൽ എന്ത് ചെയ്തു? വായിച്ചുകൊണ്ടിരുന്നു. വേറെ എന്താ ഉള്ളത്? യത്ലു അലൈഹിം ആയാത്തിഹി, എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ, ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ പ്രവാചകൻ വായിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോരുത്തരും ഓരോ ഘട്ടങ്ങളിൽ ഉണർന്നു, ശ്രദ്ധിച്ചു. അങ്ങനെ പലതും. വൈദാ ഖുരി അൽ ഖുർആൻ ഫസ്തമിഉ ലഹു വൻസിതു, നിശബ്ദമായിരിക്കണം. നിങ്ങൾ നിശബ്ദരായിരിക്കണം, ശ്രദ്ധിക്കണം, ശബ്ദമൊന്നും ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് കലുഷിതമായി സഞ്ചരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചതൊന്നും മനസ്സിലാവില്ല.
കേട്ടാലും മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ രൂപപ്പെടുത്തണം, പാകപ്പെടുത്തണം, നിങ്ങൾ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ ഇത്രയും വലിയ ഭിന്ന സ്വഭാവമുള്ള ജനവിഭാഗം ഒന്നായി എന്ന് മാത്രമല്ല, ഒരത്ഭുതം കൂടിയുണ്ട് മനുഷ്യ ചരിത്രത്തിൽ. ഒരാൾ ജീവിക്കുന്നത് വേറൊരാൾക്ക് വേണ്ടിയായി. അവരെല്ലാവരും ജീവിക്കുന്നത് റബ്ബിൽ ആലമീൻ എന്നാണ് എല്ലാ നിയ്യത്തും. മനസ്സിലായല്ലോ? അവർ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി, ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നായി. ഓരോരുത്തരും ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി. അപ്പോൾ അതിൽ ഓരോരുത്തരും പറഞ്ഞു, ഫിദാ അല്ലക അബീ വ ഉമ്മി, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഇതാണല്ലോ സഹാബികൾ നബിയുടെ മുമ്പിൽ പറഞ്ഞ വാചകം. പ്രമുഖരായ സഹാബികളെല്ലാം ആ വാക്ക് പറഞ്ഞവരാണ്. ഞങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു, എന്തും കൽപ്പിച്ചോ, നിറവേറ്റാൻ ഞങ്ങൾ സന്നദ്ധർ. ഞങ്ങൾ മുൻപുള്ളവരൊന്നുമല്ല. ഞങ്ങളിൽ ഓരോരുത്തരുടെയും പുറകോട്ടുള്ള ജീവചരിത്രം പരിശോധിച്ചാൽ വാള്യം കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതാം. അതുപോലെയുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഇപ്പം ഞങ്ങളതൊന്നുമല്ല. ഞങ്ങൾ മാറിയെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കാലം ഓർമ്മയില്ല. ഇന്നസെൻ്റ് പറയില്ല, എനിക്കിപ്പോൾ ഇതൊന്നും ഇനി ഓർമ്മയില്ലെന്ന്. അത് നിങ്ങളൊരു സരസ്വതിക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ് ഞാനത്. ഒന്നും ഓർമ്മയില്ല. സഹീഹ് മുസ്ലിമിൻ്റെ മുഖദ്ദിമ എന്നെ ഏറെ ആകർഷിച്ച ഒരുപാട് പുസ്തക മുഖവുരകളുണ്ട്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് 5-6 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു ഒരു പുസ്തകത്തിൻ്റെ മുഖവുര എഴുതി. ഇപ്പോഴും നിങ്ങളുടെ CM എഴുതിയില്ല എന്ന ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക പ്രബോധകർക്ക് വിഷയമില്ലാതെ വന്നാൽ എന്തു ചെയ്യും? അപ്പോൾ ഖുർആനിലുണ്ട്, മൂസ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈസ ഇങ്ങനെ പറഞ്ഞു, ഹാറൂൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഹാമാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഫറോവ ഇങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഖുർആനിലുണ്ട്. അതൊരു വിഷയാവതരണമാണ്. അങ്ങനെയല്ലേ ഉള്ളത്? ഞാൻ ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നമ്രൂദ് ഇങ്ങനെയാണ് പറഞ്ഞത്, വദ്ദും സുവാഴും യഹൂദും യഴൂക്കും ഇങ്ങനെയാണ് പറഞ്ഞത്, അബ്രഹാം പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഖുർആനിൽ ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഇസ്ലാമിക പ്രവർത്തകർക്ക് എന്താ വിഷയം എന്ന് പറഞ്ഞാൽ വേറൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളുടെ ആളല്ലേ, അതെ, അങ്ങേര് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. ശരി, അതിനിപ്പോൾ എന്താ വഴി? ശരി, അതിലേക്ക് വരികയല്ല കേട്ടെ. അപ്പം ഈ ഖുർആനിനെ സംബന്ധിച്ച് ഖുർആനിൻ്റെ വായന, അതിനൊരു രീതിശാസ്ത്രമുണ്ട്. ഈ രീതിശാസ്ത്രം ഞാനതിലേക്ക് വരികയാണ്. ഇനി ഞാൻ പറഞ്ഞു വന്നിടത്തു നിന്ന് പോരുകയാണ്. അൻ-നഷർ ഫി ഖിറാഅത്തിൽ അഷർ എന്ന പേരിൽ 2 ബൃഹത്തായ വാള്യങ്ങളുള്ള കിതാബുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിലാണ് കുടയത്തൂർ അതിൽ 2 വാള്യവും മേടിച്ചുകൊണ്ട് വായിച്ചു. വേറെ ദുനിയാവിൽ ആരും എന്നോട് ചോദിച്ചിട്ടുമില്ല, മേടിച്ചിട്ടുമില്ല കേട്ടോ. തിരിച്ച് അദ്ദേഹം തരുകയും ചെയ്തു. ഞാൻ സൂചിപ്പിച്ചത് അത് വായിക്കേണ്ട ഒരു കിതാബാണ്. അപ്പോൾ രീതിശാസ്ത്രമാണ് അതിനകത്തുള്ളത്. ഖുർആൻ നിങ്ങളൊക്കെ പഠിക്കുകയല്ലേ. അമാനി മൗലവിയുടെ 8ാം വാള്യത്തിൽ ഒരു ദീർഘമായ ഒരു 10-60 പേജുകളുണ്ട് ദൈവവിധിയെ സംബന്ധിച്ച വിവരണം. അത് തന്നെ നിങ്ങളൊരു 100 വട്ടം വായിക്കണം. നമ്മളിപ്പോൾ ഈ തൗഹീദ് എന്ന് പറയുന്ന സാധനം പറയാൻ തുടങ്ങിയിട്ട് 100 കൊല്ലമായി എന്ന് പറയുന്നു ഇവരൊക്കെ. അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. എനിക്കറിഞ്ഞുകൂടാകുന്നു. പക്ഷെ ഒരു കാര്യം, ഇതാണ് ആദ്യം വായിക്കേണ്ടത്. കാരണം അള്ളാഹുവിനെ പറയുമ്പോഴെല്ലാം അവൻ്റെ ഖലാഉം ഖദറും ഉണ്ട്. യൗമുൽ-ആഖിറിലേക്കല്ലേ വന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അമാനി മൗലവിയുടെ ഖുർആൻ വിവരണത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ക്രമത്തിൽ അത് വിവരിച്ചിരിക്കുന്നു. നല്ല വിവരണമാണ്, പക്ഷപാതിത്വമൊന്നുമില്ല. ആ കക്ഷി ഇങ്ങനെ പറഞ്ഞു, ഈ കക്ഷി ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അവർ പഴിച്ചുപോയി എന്നൊന്നും അതിനകത്തില്ല കേട്ടോ. അപ്പോൾ അനുകൂലികളുടെയും പ്രതികൂലികളുടെയും തെളിവുകൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഉൾക്കൊള്ളാമല്ലോ. വായനയുടെ രീതി പറയാൻ വേണ്ടി പറഞ്ഞു വന്നതാണ്. 10, 15, 20, 30 രീതികളൊന്നും അല്ല അതിനകത്ത് വിവരിച്ചത്. അൻ-നഷറിൽ ഖുർആനിൻ്റെ പാരായണ രീതി, വായനാ രീതി തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അത് വായിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിൽ സ്വാസ്ഥ്യം നൽകുന്നു, സ്വസ്ഥത. അതുകൊണ്ടാണല്ലോ നബി മദീനയിലെത്തി, നബി വായിച്ചുകൊണ്ടിരുന്നു, മുഴുവൻ സഹാബികളും വായിച്ചുകൊണ്ടിരുന്നു.
രാവിലെ ഇന്നത്, തിങ്കളാഴ്ച രാവിലെ ഇന്ന സൂറത്ത് വായിക്കണം, വെള്ളിയാഴ്ച ഇന്ന സൂറത്ത് വായിക്കണം, വ്യാഴാഴ്ച രാത്രി ഇന്ന സൂറത്ത് വായിക്കണം, രോഗിയായി കിടക്കുന്ന വീട്ടിൽ ചെന്ന യാസീൻ വായിക്കണം, സൂറത്ത് അന്നാമ് വായിക്കണം, സൂറത്തുൽ ബക്കറ വായിക്കണം. അങ്ങനെ ഫലായിലുൽ ഖുർആനുണ്ട്. എന്താ ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഓരോ ഘട്ടത്തിലും സന്ദർഭത്തിലും ഖുർആൻ വായിക്കാൻ എന്നല്ലേ പറഞ്ഞത്. മരിച്ചതിന് ശേഷം വായിക്കുക എന്നല്ലാട്ട് ഇവിടെ ഒന്നും പറഞ്ഞത്. അതുകൂടി ചേർത്ത് പഠിക്കണം. ഇവിടെയൊക്കെ നിങ്ങൾ വായിക്കുക. അവരൊക്കെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ സഹാബികളെ കാണുകയാണ്. ഒരു 200-ൽ താഴെ മുഹാജിറുകളെ കാണുന്നു. അവരുടെ ജീവിതത്തെ പിടിച്ചു നിർത്തിയെന്നല്ല, മനസ്സിനെ ഒരു സ്ഥലത്തേക്കും വേലി ചാടാതെ, മനസ്സെങ്ങും വ്യതിചലിച്ചില്ലല്ലോ. ഫാത്തിമ മിർനീസി എഴുതിയ അവസാനത്തൊരു പുസ്തകമാണ് വേലി ചാടുന്ന പെൺ കിനാവുകൾ. രസകരമാണ് വായിക്കാൻ. ഒരു സ്ഥലത്തേക്കും വ്യതിചലിച്ചില്ല. ജീവിതത്തിൽ ഇത്ര സംതൃപ്തി അനുഭവിച്ച, സ്വസ്ഥതയോടെ തൃപ്തി അനുഭവിച്ച ഒരു മനുഷ്യനെയും നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അതാണ് ആ വായന. ആരെ കാണാൻ കഴിയും? പരിഭവമില്ല, പരാതികളില്ല, കുറച്ചിലുകളില്ല, കൂടുതലുകളില്ല, ഇനിയും വേണമെന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ. അള്ളാഹുവിനെ അവർക്കൊക്കെ തൃപ്തി, അള്ളാഹുവിനെ അവരെയും തൃപ്തി. ഇതൊരു വല്ലാത്ത പുതുമയാണ് കേട്ടോ അത്. അങ്ങനെ വന്നു. അത് 200-ൽ താഴെ സഹാബികൾ, മുഹാജിറുകളാണ് കേട്ടോ. ഏതാണ്ടൊരു 300-ലധികം അൻസ്വാറുകൾ. അപ്പോൾ ഒരു 500-ൽ താഴെ ആൾക്കാർ. പിന്നെ അവിടെ നിന്ന് അതങ്ങോട്ട് വികസിച്ചിട്ട് 8-ാം വർഷം അള്ളാഹുവിൻ്റെ റസൂല് യാത്ര തിരിക്കുകയാണ് മക്കത്തേക്ക്. 10,000 യോദ്ധാക്കൾ, അതിലാണും പെണ്ണൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണത്തിലൊരു പെൺവായനയെക്കുറിച്ച് നല്ലൊരു കുറേ ലേഖനങ്ങളുണ്ട്. നിങ്ങൾ വായിച്ചോന്ന് എനിക്കറിയില്ല. പ്രബോധനത്തിലാണത്. കണ്ടിട്ടുണ്ടോ നിങ്ങളത്? വായിക്കേണ്ടതാണ്. നബി തുറന്നു വച്ച വാതിലുകളെക്കുറിച്ചാണ്. ഒരു സംരംഭം, തുടക്കമാണത്. അതിനകത്ത് സമ്പൂർണ്ണമാണെന്നുള്ള അവകാശത്തിലൊന്നും അല്ല ഈ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീ പുരുഷ ഭേദമന്യേ മക്ക ജയിച്ചടക്കാൻ വരുന്നത് 10,000-ലധികം വരുന്ന ആളുകളെയും കൊണ്ടാണ്. എല്ലാവരും ഉണ്ട്. അതിൽ വേർതിരിവ് ആരിലും ഉണ്ടായില്ല എന്ന്. അതുകൊണ്ട് മദീനയിലൊരു പള്ളി പണിത്. നമ്മൾ വായിക്കുകയാണിട്ടത്, ഖുർആൻ വായിക്കുകയാണ്. 4 വാതിൽ. അപ്പോൾ ഒരു വാതിൽ പെണ്ണുങ്ങൾക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആകട്ടെ, അത് നല്ലതാണത്. അപ്പം നമ്മുടെ വേളൂർ കൃഷ്ണൻകുട്ടി ചോദിച്ച പോലെ ഇപ്പം മുട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്ത് തോന്നും? പറ. ഞാനും വൈഫോടെയും ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ്, ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് മഴ വന്നു. ഞങ്ങളെല്ലാവരും ഓടിക്കൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കാവുന്ന സ്ഥലത്തേക്ക് അടുപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് സാറേ സാറേ ഇപ്പം മുട്ടാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഇവനെന്ത് ചോദ്യമായി ചോദിക്കണത്? ആണുങ്ങളായ മുട്ടുകയും തട്ടുകയൊക്കെ ചെയ്യും. അത് ഈ ആളുകളുടെ ഇടയിൽ വെച്ച് ഇങ്ങനെ കുറച്ചാളോ ചോദിക്കണത്, വൈഫാണെ അടുത്തിരിക്കണം, അവളെന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്തുള്ള മനോഗതത്തിലാണ് ഞാൻ. വീണ്ടും അയാൾ ചോദിച്ചു, ഇവിടെ ഇയാൾ വിറുന്ന ലക്ഷണമില്ല, ഇപ്പം മുട്ടാറുണ്ടോയെന്ന്. കുറേ കഴിഞ്ഞപ്പോഴാണ് അനൗൺസ്മെൻറ്റ്, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് 5:30-ന് മുട്ടാറിലേക്കുള്ള ബസ് ഇന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടും. അപ്പോഴാണ് മനസ്സിലായത് ബസ്സിനെ കുറിച്ചാണ് ചോദിക്കണത്. അപ്പോൾ നബി മദീനയിലൊരു പള്ളി പണിതു. അതിന് 4 വാതിൽ. അതിൻ്റെ ഒരു വാതിൽ എങ്ങോട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മുസ്ലിം പുരോഹിതർ ഇസ്ലാം ഖുർആൻ വെറുതെ ഒന്ന് വായിച്ചായിരുന്നെങ്കിൽ ഈ ഉമ്മത്ത് നന്നാകുമായിരുന്നു. വെറുതെ ഒന്ന് വായിച്ചാൽ മതി, അവരുടെ മനസ്സ് വലുതാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നബി പറഞ്ഞു, അവർക്കൊരു വാതിൽ. എന്താ? അവർക്കൊരു അലോസരം ഉണ്ടാകണ്ട, ആരും തട്ടുകയും വേണ്ട, മുട്ടുകയും വേണ്ട, സ്വതന്ത്രമായിട്ട് നിർഭയമായിട്ട് കയറാം, ഇറങ്ങാം, കിടക്കാം, ഉറങ്ങാം, എഴുത്തിക്കാഫിരിക്കാം. ഇനി പോണില്ലേ, അവിടെ താമസിച്ചോ പള്ളിയിൽ. അപ്പോൾ നബി അന്ന് അതിൻ്റെ മുത്തവല്ലിയാണ് കേട്ടോ, പള്ളിയുടെ പ്രസിഡൻറ്റുമാണ്. നിങ്ങൾക്കിതൊക്കെ മനസ്സിലാകണ്ടോ ഇല്ലയോ? നമ്മളാണ് ഇപ്പോൾ ഫിഖ് നിയമം വരും, സ്ത്രീക്ക് അങ്ങനെ കിടക്കാവോ പള്ളിക്കകത്തേ.
ഒരു സ്ത്രീ മരിക്കുന്നത് വരെ ആ പള്ളിയിൽ തന്നെ, നബിയുടെ പള്ളിയിൽ അകത്ത് നടുവിലാണ് ഖൈമ ഉണ്ടാക്കിയത്. എങ്കിൽ മൂലയിലെങ്കിലും കൊണ്ടുപോയി വെച്ചുകൂടായി. ബുഖാരി വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ആ പള്ളിയിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കണത്. വായന മനുഷ്യനെ കൊണ്ടുപോകുന്നത് വല്ലാത്ത ലോകത്തേക്കാണ്. പഴയ കാലത്തൊക്കെ ഈ കഥാപ്രസംഗം ആരംഭിക്കുമ്പോൾ സമയം തീരുകയാണ്. വായനക്കാർക്കിഷ്ടമാണെങ്കിലോ കൊച്ചു സങ്കല്പ വിമാനത്തിലേറിയാലും, പാട്ട് പാടാറുണ്ടായി. നല്ല രസമാണ്. ചപ്പളാങ്കോട്ടേക്ക് അടിച്ചിട്ടില്ലെന്നൊക്കെ. ഇതൊരു സങ്കല്പ വിമാനമാണ്. ഈ മായാവിമാനത്തിന് ദുബായിൽ നിന്ന് കത്തുപാട്ടിൻ്റെ അവസാനം മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു, ഞാൻ എന്നേ നേരത്തെ എത്തുമായിരുന്നു എന്ന് ഭാര്യയോട് പറയുന്നുണ്ട്. വായന ആദം നബിയിലൂടെ, പർദീസയിലൂടെ, ഈജിപ്തിലൂടെ, ജോർദാനിലൂടെ, ഫലസ്തീനിലൂടെ, ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിലൂടെ, മനുഷ്യരുടെ ഉത്ഥാനപതനങ്ങളിലൂടെ, അങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ട് മുഹമ്മദ് നബിയിലൂടെ ലോകത്തെ അന്ത്യപ്രവാചകൻ്റെ ജനതയിൽ നമ്മളെ കൊണ്ടുപോയി എത്തിക്കുകയാണ്. നമുക്ക് എന്തൊരു അനുഭൂതിയാണെന്നറിയോ? ഏത് പുസ്തകവും വായിക്കുമ്പോൾ അങ്ങനെയുള്ളത്. രണ്ട്, ഏറ്റവും അവസാന വാക്ക് പറയുകയാണ്, നിർത്തുകയാണ്. ഇഖ്റ കിതാബക, നീ വായിച്ചല്ലോ ഇത്രയും നാലും, ഇനി നീ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. നമ്മൾ വായിച്ച് എന്തോരം മനസ്സിലായി, എന്തൊക്കെ രസമായിരുന്നു, എന്തൊക്കെ ആസ്വാദ്യതയുണ്ടായി, എന്തൊക്കെ അനുഭവങ്ങളുണ്ടായി, എത്ര ബോധ്യതകളുണ്ടായി, എന്തെല്ലാം തിരുത്താൻ കഴിഞ്ഞു, മാറ്റങ്ങൾക്ക് വിധേയമായത് എന്തൊക്കെയാണ്, ഇതൊക്കെയാണല്ലോ പിന്നെ ഉള്ളത്. നീ വായിക്കുക, എന്നിട്ട് നീ പറയുക ഇങ്ങനെയൊക്കെ ആയില്ലേ, ഉവ്വ, അപ്പോൾ ഇതിൻ്റെ ഫലം നീ ഇനി അനുഭവിക്കണ്ടേ. ഖിയാമത്ത് നാളിലെ വായനയാണ് കേട്ടത്. ഇവിടെയും കൊണ്ട് തീരൂല്ല, അവിടെ ചെന്നാലും വായിക്കാൻ പറയും. വല്ലാത്ത പാടാണിത്. മരിച്ചു കഴിയുമ്പോഴെങ്കിലും നിർത്തുന്ന പുറത്താണ് വന്നത്. ഖബറും കഴിഞ്ഞ് പരലോകത്ത് മഹ്ശറയിൽ 1.5 ലക്ഷം അംബിയാ മുർസലുകളെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഉമ്മത്തുകളെയും കൊണ്ടുവന്ന് കഴിയുമ്പോൾ അള്ളാഹു പറയും, ഇഖ്റ കിതാബക, നീ വായിക്കണോ. രക്ഷ അവിടെയും വായനയാണ്, ഇവിടെയും വായനയാണ്. ശരി, ഈ വായനയിൽ വൈവിധ്യങ്ങളേ ഉള്ളൂ. എന്താ കാരണം? മനുഷ്യബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. തർക്കബുന്ന തബക്കൻ തബക്ക്. ഇതേതാണ്ട് എനിക്ക് തോന്നുന്നത്, ഞാനിങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോകും, നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. എന്താ ഇപ്പം ഈ പറഞ്ഞതെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഇടയിൽ ചർച്ച. തഫ്സീറിൻ്റെ ഇമാമുകളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. മനുഷ്യൻ പടിപടിയായിട്ടാണ് വളരുക. അങ്ങനെ പടിപടിയായിട്ട് വളരും. കാരണം ഒരു വലിയ ഒരു കുതിച്ചുചാട്ടമൊന്നും വിജ്ഞാന ലോകത്തുണ്ടാവില്ല. 21-ാം നൂറ്റാണ്ടിലെത്തിയപ്പോഴാണ് നമ്മൾ ഇന്നീ കാണുന്ന വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ കൊടുമുടിയിലെത്തിയത്. 21 നൂറ്റാണ്ട് കഴിഞ്ഞുപോയി. 60 കൊല്ലം മുമ്പ് ജീവിച്ചവരോട് ഇന്നത്തെ വാർത്താവിനിമയത്തെക്കുറിച്ച് പറഞ്ഞാൽ അവരെന്തു പറയും? മാ സമീഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ. ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങൾ വെറുതെ പൊള്ളു പറയുകയാണെന്ന് പറയും. 60 കൊല്ലം മുമ്പ്. അപ്പോൾ 2100 കൊല്ലം കൊണ്ടുള്ളൊരവസ്ഥ എന്താ? 20 നൂറ്റാണ്ട് കഴിയുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ വളർച്ച പടിപടിയായിട്ടാണ്. അപ്പോൾ അതാത് കാലഘട്ടത്തിലാണ് അതാത് ജ്ഞാനത്തിൻ്റെ നിലനിൽപ്പ്. ലിക്കുല്ലി നബഇൻ മുസ്തഖർ ഫസൗഫ തഅലമൂൻ. എല്ലാ വാർത്തകൾക്കും അറിവുകൾക്കും കണ്ടെത്തലുകൾക്കും ഗവേഷണങ്ങൾക്കും കാലപരിധിയുണ്ട്. അതിനപ്പുറം അതിൻ്റെ പിന്നീടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. ഇതാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ അന്ന് പറഞ്ഞില്ലേ 86-ൽ ഹുസൈൻ മടവൂർ ഒരു പുസ്തകം എഴുതിയെക്കുറിച്ചാണ് കേട്ടോ. ഒരു ഉദാഹരണം പറയണതാണ്. അപ്പോൾ തറാവീഹിനെ കുറിച്ച് ഇന്നത് എഴുതിയില്ലേ? ഉവ്വ, ഇതിപ്പോൾ 2000-ലല്ലേ. ഇപ്പോൾ എഴുതിയാൽ അങ്ങനെയല്ല എഴുതുക, വേറെ എഴുതും. അങ്ങനെയല്ലേ ഉള്ളത്. ഇത് നമുക്ക് എളുപ്പം മനസ്സിലാകാനുള്ളൂ. വായനാ രീതി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ആരെങ്കിലും ഒരാൾ എഴുതി, ഇപ്പോൾ കണ്ണിയത്തും ഷെയ്ഖുനയും അങ്ങനെ തുടങ്ങിയ, കണ്ണിയത്ത് കാളമ്പാടി ഉസ്താദ് അങ്ങനെ തുടങ്ങിയ കേരളത്തിലെ പ്രഗത്ഭമതികളായ മുദരിസുകൾ, ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 1000 കിതാബുകളുണ്ട്, 1000 അവർ വായിക്കണം, അവർ പഠിക്കണം, അത് കുട്ടികളെ പഠിപ്പിക്കണം. ഒരാളുള്ളൂ. ഇന്നത്തെ പോലെ ഒരേ വിഷയത്തിൽ ഒരേ അധ്യാപകരില്ല, പ്രൊഫസർമാരില്ല ആ കാലത്ത്. ഈ കാലത്തുമില്ല. അപ്പോൾ മുഴുവൻ കിതാബും ആ ഉസ്താദിനറിയണം. അതാണ് പള്ളി ദർസിൻ്റെ ഒരു പ്രത്യേകത. വേറെ രണ്ടാമതൊരാൾ സഹായിക്കാനില്ല.
അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം കണ്ണിയത്തിനോട് ഷെയ്ഖുന ഇങ്ങനെ പറഞ്ഞില്ല. ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാണ് ഞാൻ ഈ പറയണേ ഉദാഹരണം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞല്ലോ, നമുക്കത് വെള്ളിയാഴ്ച വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കാം. അങ്ങനെ പറഞ്ഞോ എന്നിവർ പറയാറില്ല. പിന്നെ എന്ത് പറയുന്നറിയോ, അത് മൂപ്പര് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, തീർന്നു, വിഷയം തീർന്നു. ഒരാളുടെ അഭിപ്രായ വ്യത്യാസമാണ് കേട്ടോ. നിങ്ങൾ മനാഹിൽ ഇർഫാൻ വായിച്ചിട്ടുണ്ടോ? ഖുർആൻ വായനയുടെ എല്ലാം പറഞ്ഞൊരു കിതാബാണത്. മനാഹിൽ ഇർഫാൻ ഇമാം ജസീരി അലൈഹി റഹ്മയുടെ 2 വാള്യമുള്ള കിതാബാണത്. മുൻകാലത്തൊക്കെ പ്രിലിയിലോ ഫൈനലിലൊക്കെ പഠിക്കാനുണ്ടായി ആ പുസ്തകം. ഇപ്പം അതുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൽ 2ാം വാള്യം വായിക്കുമ്പോൾ ഒരായത്തിന് ഇത്ര വൈവിധ്യം നിറഞ്ഞ അർത്ഥങ്ങളുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടു പോവും. പറഞ്ഞവരൊക്കെ കാഫിറാണോ മുസ്ലിമാണോ മുനാഫിക്കാണോ എന്നും പറയേണ്ട ആവശ്യം നമുക്കില്ല, നമുക്ക് വായിച്ചാൽ മതി. അതാണ് വിഷയം. ഏതൊരു വിഷയവും ആയത്തിനെ കുറിച്ചാട്ടേ പറയണത്. ഇപ്പോൾ മനാഹിൽ ഇർഫാനിലൊരു ആയത്തിന് ഇത്രയധികം അർത്ഥവ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ടോ? ഇപ്പോൾ 56, 54, 56 കാലഘട്ടത്തിലാണ് മർഹൂം CN അഹമ്മദ് മൗലവി ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യണത്. അദ്ദേഹം 67 ഖുർആൻ്റെ 7 ജുസ് ഇറക്കിയപ്പോൾ സൂറത്തുൻ നംല്, സുലൈമാൻ നബിയും പട്ടാളവും നടന്നു പോകുമ്പോൾ നംല് വാഴ്വരയിലെ നമ്മളെല്ലാവരും പറയണ ഉറുമ്പുകൾ പറഞ്ഞു, എല്ലാ ഉറുമ്പുകളും പാളത്തിനകത്ത് കയറി ഭൂമിയുടെ അടിയിലിരുന്നോ, സുലൈമാനും പട്ടാളവും വരുന്നുണ്ട്, അവരറിയാതെ ബൂട്ട്സ് ഇട്ട് ചവിട്ടി നമ്മളെയൊക്കെ ഞെരിച്ച് കൊന്നുകളയും. മനസ്സിലായല്ലോ നമുക്ക്. CN പറഞ്ഞു അത് നംല് താഴ്വരയാണെന്നും അതൊരു ഗോത്രവർഗമാണെന്നും സ്ത്രീകളാണ് വിളിച്ചു പറഞ്ഞതെന്നും ഏത് രാജ്യത്ത് ഏത് കാലത്തും ആദം നബി മുതൽ ഇന്നേ വരെയും പട്ടാളക്കാർ വന്നാൽ ആ പ്രദേശത്തെ സ്ത്രീകൾക്കാണ് പ്രയാസം ഉണ്ടാകുക എന്നതും എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്ത വിധത്തിൽ അകത്ത് കയറിക്കോ എന്ന് പറഞ്ഞത്. കേരളത്തിലെ എല്ലാ വായന ഉൽപ്പതിഷ്ണു പണ്ഡിതന്മാരും ചേർന്നിട്ട് അയാളെ തല്ലിക്കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും വലിയ ആക്ഷേപമായിരുന്നു. ഞാനിതൊന്നറിയാൻ തഫ്സീർ റാസി വായിച്ചു. അപ്പോൾ റാസിയിലൊരഭിപ്രായം അതാണ്. മനസ്സിലായോ? അഭിപ്രായാന്തരങ്ങൾ മനുഷ്യരുടെ വായനയുടെ ലോകം വികസിക്കുന്നതനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും, ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കും, വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ആ വായിക്കുന്നവന് സ്വസ്ഥത നൽകും, മനസ്സ് വികസിതമാകും, ഭാരങ്ങളില്ലാതാകും. അലം നഷ്റഹ് ലക സദ്റക്, ഇതാണല്ലോ ഖുർആൻ പറഞ്ഞത്. തഫ്സീർ റാസിയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക്. എന്താ കാരണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ലോകത്തെ മുഴുവൻ കാണിച്ചു കൊടുത്തു. അദ്ദേഹം എല്ലാ സ്ഥലത്തോടെയും പോയി, എല്ലാവരെയും കണ്ടു, എല്ലാ രാജ്യവും കണ്ടു, സംസ്കാരവും കണ്ടു, തിരിച്ചു വന്നു. അപ്പോഴാണ് നമ്രൂദ് പറയണത് ഈ തീക്കുണ്ടത്തിലിടാൻ പോകാമെന്ന്. ഇട്ടോ? അതൊരു വിഷയമേ അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഈ ലോകം മുഴുവൻ സഞ്ചരിപ്പിച്ച് 7 ആകാശം കഴിഞ്ഞു, സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞു. കാന ഖാബ ഖൗസൈനി അവദിന സുമ്മ ദന ഫതദല്ല. അതിൽ കൂടുതൽ പറയാൻ വല്ല വാക്കുണ്ടോ ഖുർആനിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, രസകരമാണത്. അതും കഴിഞ്ഞിട്ട് അരിഷ് കഴിഞ്ഞു, കുർസി കഴിഞ്ഞു. അത്താഹുന്നിദായ സയ്യിദർ റുസുലി ലാ തഖഫ് അനല്ലാഹു മിന്നി ബിത്തഹിയ്യാതി തുബ്ദഉ. അതുക്കിയയിൽ അള്ളാഹുവിൻ്റെ വിളിയാളമുണ്ടായി, മുഹമ്മദേ നീ അടുത്തു വരിക. അവിടെ വച്ചാണ് 5 വക്ത് നമസ്കാരം കിട്ടുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് ഈ മുഴുവൻ കഴിഞ്ഞു. കദാലിക്കലിനുരിയ ഇബ്രാഹിമ മലക്കൂത്ത സമാവാത്തി വല്ലർള്, പ്രപഞ്ചം പ്രദർശിപ്പിച്ചു ഇബ്രാഹീമിന്. അപ്പോൾ അദ്ദേഹത്തിന് ഈ തീ വല്ലതുമാണോ? ഒന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സമ്മർദ്ദത്തിൽ ഒതുക്കാമോ? കഴിയില്ല. നബി അതിൻ്റെയും മുകളിലായിപ്പോയി. റഫഅനാ ലക ദിക്റക്. വായന ചെറിയ കാര്യമൊന്നുമല്ല. ശരി, നിങ്ങൾക്ക് കഴിയുന്നതുപോലെ വായിക്കുക. ഞാനിതൊരു സൂചന മാത്രം പറഞ്ഞതാണ്. വായന നമുക്ക് ജീവിതത്തിൽ അറിവുകൾ പകരണം, ബോധ്യത പകരണം, വിശ്വാസം ദൃഢമാക്കണം. അതോടൊപ്പം തന്നെ ഉണർത്തലുകളും ഉണർവുകളുമാകണം. ഭിന്ന ആശയങ്ങൾ കാണുമ്പോൾ നാം ബഹളി പൂണ്ടിട്ട് അത് കത്തിക്കാൻ പോവുകയും വലിച്ചെറിയുകയും ചെയ്യരുത്. പിന്നെ എന്തു ചെയ്യണം? നമ്മളത് വായിക്കണം. വേറെന്തെന്നാ? അങ്ങനെയല്ലേ വേണ്ടത്. ഒരു വാക്കുകൂടി പറഞ്ഞാലേ അവസാനിക്കുള്ളൂ. അപ്പോൾ 40 മിനിറ്റ് ആയല്ലോ അല്ലേ? ഒരു വാക്കുകൂടി പറഞ്ഞാലാണ്.
പള്ളുരുത്തി വെളി മൈതാനിലൊരു പ്രസംഗം നടത്തി. ഒരു 40 കൊല്ലം 35 കൊല്ലമായിട്ടുണ്ടാവും. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ. അതിൻ്റെ കാസറ്റ് എത്രയോ ലക്ഷക്കണക്കിന് ചിലവായി എന്നാണ്. എന്താ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത് പെട്ടെന്ന് അങ്ങനെ ഒരു വലിയ ബ്ലോക്കിലൊക്കെ പെട്ട് വണ്ടി അവിടെ എത്തുമ്പോൾ തന്നെ 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തണത്. ഏതായാലും അത് കേരളത്തിലും അല്ലാതെ പല സ്ഥലങ്ങളിലും അത് ഒരുപാട് പേര് കേട്ടു, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഒരു കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അതിൻ്റെ കാസറ്റൊക്കെ ഒരുപാടുണ്ട്. 2ാമത്തെ വർഷം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അതേ സ്ഥാപനത്തിൽ ചെന്നൊരു മർക്കസ്. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മുടെ പുസ്തകവും ഇല്ല, ഇതൊന്നുമില്ല. ആ എന്തിയേ നിങ്ങൾ ഞങ്ങളുടെ അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പുസ്തകം വായിക്കണേ? നിങ്ങളൊക്കെ ഇമാമുകളെ വായിക്കണം, നിങ്ങൾ ഇമാമുകളെ പഠിക്കണം. വിഷമം തോന്നുന്നു. ഇമാം ഷാഫി അലൈഹി റഹ്മ മദീനയിൽ ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ പ്രവേശനം നേടുന്നത് മക്ക ഗവർണറുടെ കത്തായിട്ട് പോയിട്ടാണ്. ചെറിയ കാര്യമൊന്നുമല്ല. എന്നിട്ട് അദ്ദേഹം അവിടെ വായിച്ചു, പഠിച്ചു. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി ഇമാം മാലിക്കിനെ. ഇവർ തമ്മിൽ ഭയങ്കര എതിരഭിപ്രായക്കാരുമാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇമാം ബാജിയും മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അലൈഹി റഹ്മയും എത്ര വലിയ വിഷയങ്ങളാണ് അവർ തമ്മിലുള്ളത്. ഇമാം മാലിക് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇമാം മാലിക്കിൻ്റെ ശിഷ്യനായ ഇമാം ഷാഫി അലൈഹി റഹ്മ പോവുകയാണ്. അപ്പോൾ ഗുരു മദീനയുടെ അതിർത്തി വരെയും ശിഷ്യനെ യാത്ര അയക്കാൻ നടന്നു ചെല്ലുകയാണ്. ഇന്ത്യയെ പോകുന്നത് ഞാൻ നഫീസത്തുൽ മിസ്രിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. എനിക്ക് നിങ്ങൾക്കറിയോ നഫീസ് ആരാണെന്ന്? നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ. ഇമാം ഷാഫിയെ വിമർശിക്കാനും മാത്രം പാണ്ഡിത്യമുള്ളൊരു മഹാപണ്ഡിത. കം അഹദത്ത സുമ്മ അക്കദത്ത നഹ്ല സുമ്മ നഖലത്ത അഹദ വഅൻത ലികുല്ലി മസ്റൂരിൻ മഅറൂഫിൻ നസീത. ബിദായയിൽ ഉദ്ധരിച്ച ഒരു വാക്കാണത്. ബിദായ നിഹായയിൽ ഇബ്നു കസീർ. ഞാൻ പറഞ്ഞത് നമുക്കൊരു രൂപത്തിലും ഒരു രൂപത്തിലും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ വെളിച്ചമാണിത്, വെളിച്ചത്തിന് വേലി കെട്ടാൻ കഴിയില്ല, നമുക്ക് കമ്പി അടിക്കാൻ പറ്റില്ല, കളർ കൊടുക്കാൻ പറ്റില്ല, ഐസ് കട്ടയ്ക്ക് പെയിൻ്റ് അടിച്ച പോലെയാണുള്ളത്. ഇത് ലോകത്തിൻ്റെ പ്രകാശമാണ്, പക്ഷേ വിട്ടുകൊടുക്കില്ല, നമ്മൾ സ്വീകരിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ഖുത്തുബയിൽ അത് പറഞ്ഞായിരുന്നു. ഖുർആൻ ലേണിങ് നിങ്ങളുടെയാണോ? ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കൂടെ കൂടും. ഇത്ര വിഭജിതമായ ഒരു ഗ്രന്ഥം വേറെ ഏതാ ഉള്ള ലോകത്ത്? നമ്മുടെയൊക്കെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക, കൂടുതലൊന്നും പറയാനില്ല. അള്ളാഹു നന്നായി വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഹൃദയവിശാലതയും ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി യത്നിക്കുക. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഗുരുവര്യന്മാർ, കുടുംബാദികൾ, മാതാപിതാക്കൾ, അള്ളാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം നമ്മെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.